വെൽക്കം എല്ലാവർക്കും ജയ അക്കുന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് പുതിയൊരു റെസിപ്പിയൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയാണ്. ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ വലുതിലും ഈ ചെറുതിലും നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ട് എല്ലാവരും വലുതിൽ ഗ്രേറ്റ് ചെയ്യും. പക്ഷേ ഏറ്റവും ചെറുതിൽ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ക്യാരറ്റിന് രുചി. പക്ഷേ ബീട്രൂട്ട് ചെയ്യുമ്പോൾ വലുതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വെള്ളം കൂടും. ക്യാരറ്റ് എപ്പോഴും ഏറ്റവും ചെറിയതിലേ ചെയ്യാവൂ കേട്ടോ. ശരി, നമുക്കപ്പം റെസിപ്പി തുടങ്ങാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, ഉള്ളി, പച്ചമുളക്, ജീരം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. പിന്നെ ഞാൻ മുളക് പൊടി ഇടുന്നില്ല, എനിക്കെന്താ തോരനിലൊന്നും മുളക് പൊടി ഇടുന്ന വലിയ ഇഷ്ടമല്ല. പിന്നെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുമ്പം നമ്മൾ കുറച്ച് ഏറെ ഉള്ളി നമ്മൾ കടുക് വറുക്കാൻ എടുത്ത് വെക്കണം. അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ക്യാരറ്റ് തോരൻ ഞാൻ ഉണ്ടാക്കുന്നത് ഈ 2 മുട്ട ചേർത്തിട്ടാണ്. 2 വലുതാണെങ്കിൽ 1 മുട്ട, ചെറുതാണെങ്കിൽ 2 മുട്ട. ഇത് ചേർത്ത് ഈ ക്യാരറ്റ് തോരനെ എത്ര ടേസ്റ്റി ആക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പിയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഒന്ന് തോരന് പോയി അരച്ചിട്ട് വരട്ടെ. എണ്ണ ചൂടാവുകയാണ് കേട്ടോ. നമുക്കപ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഉഴുന്നൊന്നും ഇടുന്നില്ല കേട്ടോ, മുട്ടയൊക്കെ ചേരുന്നില്ല അതുകൊണ്ട്. അല്ലെങ്കിൽ ചില തോരനിലൊക്കെ ഞാൻ ഉഴുന്നിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഉള്ളിയെ ഒത്തിരി വടലുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ട് ഉടനെ തന്നെ നമുക്ക് കറിവേപ്പില, ഉണക്കമുളകെല്ലാം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണക്കമുളകും ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് മൂക്കട്ടെ. എണ്ണയൊക്കെ തീരെ കുറച്ചായിട്ട് കൊടുക്കുന്നു കേട്ടോ. ഹെൽത്തിന് ഏറ്റവും നല്ലത് എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കണം കേട്ടോ. കൂടാതെ തേങ്ങയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട്, തേങ്ങ എന്ന് പറയുന്ന കോക്കനട്ട് ഒരു ഓയിലി സംഭവമാണ്. അതുകൊണ്ട് മാക്സിമം എണ്ണ കുറച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹെൽത്തിന്. അതുകൊണ്ട് തോരന് വേണ്ടി 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. നമുക്കതിനെ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ മുട്ടയിട്ടു ഗൈസ്. ഞാൻ മുട്ടയിട്ടല്ല, ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തു. അയ്യോ, വായിന്ന് വീഴുന്ന വാക്ക് ഇതോ തൊടുത്തു വിട്ട അമ്പും എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരുന്നില്ല കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുകയാണ്. തോരന് വളരെ പ്രത്യേകതയുണ്ട്. മുട്ട ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കണം. മുട്ടയ്ക്ക് ഇച്ചിരി കളർ കിട്ടാനായിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് വീണ്ടും ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ മാഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പതാഞ്ജലിയുടെ ആട്ട മാഗി അങ്ങനെയുള്ള ഈ പൗഡറൊക്കെ വരുമ്പം ഇപ്പോൾ കൊച്ചൊക്കെ കഴിക്കാൻ ഒത്തിരി മസാലയൊന്നും ഇടും. അപ്പോൾ ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തോരനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റിക്ക് മേമ്പൊടിയായിട്ട് നമുക്ക് ഇതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. കുഞ്ഞുമോന് ഇങ്ങനെയുള്ളത് നൂഡിൽസ് മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ്റെ പാക്കറ്റൊക്കെ അങ്ങനെ അധികം വരും കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് ഈ തോരൻ ഇട്ട് കൊടുക്കാം. നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലേറ്റാക്കാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ട് കൊടുത്തതും നമ്മൾ കുറച്ച് ഉപ്പും കൂടെ മേളി വെതറിയിട്ട്, കാരണം നമ്മുടെ ക്യാരറ്റ് നമ്മൾ അധികം ഹാഫ് വേവിലാണ് ഈ തോരനെല്ലാം എടുക്കുന്നത് കേട്ടോ, ഫുൾ വേവിലല്ല. തീരെ നൈസായിട്ട് അരിഞ്ഞത് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ തന്നെ നമുക്കിത് തത്തിപ്പൊത്തി വെക്കാം. തത്തിപ്പൊത്തി വെച്ചതിന് ആ സമയത്ത് കുറച്ച് വെള്ളം, അതായത് നമുക്ക് ബീട്രൂട്ട് കണക്ക് ക്യാരറ്റ് നമുക്ക് വെള്ളം കിട്ടില്ല, ഒരു പേരിന് വേണ്ടി തിളപ്പിച്ചാറ് വെള്ളം ഞാൻ അവിടെ ഇവിടെ കുറച്ച് ഒഴിച്ച് കൊടുത്ത്, ഇനി ഈ ആവിയിൽ, കാരണം മുട്ടയ്ക്കൊന്നും അധികം വേവില്ലല്ലോ, നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെക്കാം. പിന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഇങ്ങനെ മാങ്ങയൊക്കെ ഇടയ്ക്കെടുത്ത് കഴിക്കാം. വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ, ഇന്ന് വേവിട്ടു. നല്ല വിശപ്പുണ്ട്. ദാണ്ട് ഞാൻ അടപ്പെടുത്ത് ദാണ്ട് ആവി വരുന്നത് കണ്ട, ആവി വരുന്നുണ്ടോ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ദാണ്ട് നമ്മുടെ മുട്ട ക്യാരറ്റ് തോരനാണ് ശരിയായിക്കൊണ്ടിരിക്കുന്നത്. ആയി കേട്ടോ. ഞാൻ വെറും 3 മിനിറ്റേ വെച്ചോളാം, കാരണം മുട്ട ഇങ്ങനെയൊന്നും ഓവർ കുക്ക് ആയിക്കൂടാ.
നമ്മൾ മുട്ടയൊക്കെ ഇട്ട ഉടനെ തന്നെ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതധികം കുക്കായിട്ടില്ല. മുട്ടയൊക്കെ വലുതുണ്ടെങ്കിൽ ഒന്ന് ചിക്കി പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മുട്ടയും കുരുമുളകും ആഡ് ചെയ്ത് അതിന് ശേഷം എന്താ പറയുന്നത്, മാഗിയുടെ ഒരു പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഗി അല്ലെങ്കിൽ നൂഡിൽസ് എന്നൊക്കെ പറയത്തില്ലേ, ഇത് നമ്മൾ മേടിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ആട്ട നൂഡിൽസ് ആണ് കേട്ടോ. അതിൻ്റെയാണ് ഞാൻ. പിന്നെ മൈദ നൂഡിൽസിനോട് നമ്മൾ യോജിക്കുന്നില്ല. നമ്മൾ വെളിയിലൊക്കെ വല്ലപ്പോഴും കൂടി പോകുമ്പം ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കഴിക്കുന്നതെന്ന് വെച്ചിട്ട് വീട്ടിൽ ഞാൻ മാക്സിമം ആട്ടയുടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ചാൽ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാം. ഈ തോരൻ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇതിനൊരു പേരും കൊടുത്തു കേട്ടോ ഗൈസ്. അതെന്താ നിങ്ങൾക്ക് കേൾക്കണോ? നൂഡിൽസ് തോരൻ. അതായത് ഇത് നോക്കി, ഈ ക്യാരറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു നൂഡിൽസ് കണക്ക് തോന്നുന്നില്ലേ? അതിനകത്ത് മുട്ടയെല്ലാം ഇട്ടുണ്ട്. അപ്പം ഈ നൂഡിൽസ് തോരൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ശരി, ഞാനൊരു കാര്യം ചെയ്യാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് ഗാർണിഷ് ചെയ്തു. ഞാൻ നൂഡിൽസ് കൊണ്ട്, ക്യാരറ്റ് നൂഡിൽസ് കൊണ്ട് അത്തപ്പൂക്കളം ഇട്ടു. ഇതിന് എത്ര പ്രൈസ് നിങ്ങൾ എനിക്ക് തരും, എത്ര സമ്മാനം തരും? താണ്ടേ ഇതിന് മേമ്പൊടിയായിട്ട് ഞാൻ അച്ചാറൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ഈ തോരൻ്റെ കൂടെ കുറച്ച് പപ്പടം ഇങ്ങനെ കുറച്ച് തോരനും, ഇതിൻ്റെയൊക്കെ കൂടെ വല്ല ഒഴിച്ചുകറിയോ മീൻകറിയൊക്കെ ഒഴിച്ച് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റോ വല്ലതും അറിയാൻ പറ്റുമോ ഫ്രണ്ട്സ്? ഒരു ക്യാരറ്റ് എടുത്ത് ആദ്യം ഒരു കടിയടിക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറയണം. ബായ്.